കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കപ്പുറത്ത് കിട്ടിയിട്ടില്ല. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പല ആളുകളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്, CPM-കാരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്, BJP-കാരുമുണ്ട് എന്ന് വിചാരിച്ചോളൂ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്നു, ഈ മിസ നാടകത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ മിസ നാടകം ഞാൻ കണ്ടില്ല. മിസ എന്ന് പറയുന്നത് ഒരു പണ്ടുണ്ടായിരുന്ന ഒരു നിയമമാണ്, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്. അതിൻ്റെ ചുരുക്കമാണ് മിസ. ഇത് 1971 മറ്റോ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പാസ്സാക്കിയതാണ്. എനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്ത്, അടിയന്തരാവസ്ഥ നിലനിന്ന സമയത്ത് പാസ്സാക്കിയ ഒരു നിയമമാണ്. അത് പ്രകാരം സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. 6 മാസം വരെ കരുതൽ തടങ്കലിൽ വെക്കാം. കരുതൽ തടങ്കൽ നിയമമാണ് മിസ. കുറ്റം ചെയ്തവരെയല്ല, കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവരെ അറസ്റ്റ് ചെയ്ത് 6 മാസം വരെ തടങ്കലിൽ വെക്കാൻ സൗകര്യം നൽകുന്ന ഒരു നിയമമായിരുന്നു. ഇത് അടിയന്തരാവസ്ഥ കാലത്താണ് ഇത് ഭയങ്കരമായിട്ട് ദുരുപയോഗിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുണ്ടായിരുന്നു മിസ ഉപയോഗിച്ച് കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്യുന്നു. ഈ KSEBിയിലെ എഞ്ചിനീയർമാർ സമരം ചെയ്തപ്പോൾ അവരെ പോലും മിസ ഉപയോഗിച്ചാണ് അന്ന് അച്യുതാനന്ദൻ്റെ സർക്കാർ അറസ്റ്റ് ചെയ്തത്. അതൊക്കെ പിന്നെ ഒരാഴ്ച 2 ആഴ്ചയായപ്പോൾ വിട്ടയച്ചു എങ്കിൽ പോലും. അപ്പം മിസ എന്ന് പറഞ്ഞ സർക്കാരിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകുന്ന ഒരു നിയമമായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്. അത് പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തു. രാഷ്ട്രീയ തടവുകാരെ മിക്കവാറും എല്ലാവരും തന്നെ മിസ ഉപയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത്. കാരണം അവരുടെ പേരിലെ കുറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ പൊതുസമാധാനത്തിന് ഭംഗം വരുത്താൻ സാധ്യതയുണ്ട് എന്ന് കരുതി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരാണ് മിസ തടവുകാർ. അടിയന്തരാവസ്ഥ കാലത്ത് EMSനെ AKG അറസ്റ്റ് ചെയ്തു. പക്ഷേ അവരെ ഒരാഴ്ചക്കുള്ളിൽ വിട്ടയച്ചു. നേരെ മറിച്ച് വേറെ ചില നേതാക്കന്മാർ വളരെ കാലം കിടക്കേണ്ടി വന്നു. CPM-ൻ്റെ 2ാം നിര 3ാം നിര നേതാക്കളൊക്കെ. ഇപ്പോൾ ഉടുമ്പൻചോലയിലെ ജീനദേവൻ ഏതാണ്ട് 19 മാസവും ജയിലിൽ കിടന്നതാണ്. നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് പോലീസുകാർ തല്ലി മുട്ടുകാലൊടിച്ചു എന്നുകൂടി ചരിത്രം. പിന്നെ നക്സലൈറ്റുകാരോടൊക്കെ വളരെ പൈശാചികമായിട്ടാണ് പെരുമാറിയത്. സ്ത്രീ തടവുകാരോടും അവമര്യാദയായിട്ടാണ് പെരുമാറിയത്. വളരെ സമുന്നതയായ കോൺഗ്രസ് നേതാവ്, സംഘടനാ കോൺഗ്രസ് ആയിപ്പോയി M കമലം, അവർ പിന്നീട് കേരള നിയമസഭാംഗവും കേരളത്തിൽ മന്ത്രിയുമായിട്ടുള്ള ആളാണ്. അവരോട് പോലീസുകാർ അവമര്യാദയായിട്ടാണ് കോഴിക്കോട്ട് പെരുമാറിയത്. അപ്പോൾ ബാക്കിയുള്ളവർ സ്ത്രീ ഊഹിക്കാമല്ലോ. സുലോചന എന്ന് പേരുള്ള ഒരു സ്ത്രീ, ഞാൻ പേര് ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം ഓർമ്മിക്കുന്നത് ആ കേസിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അവർ അടിയന്തരാവസ്ഥ കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനവുമായിട്ട് എന്തോ അകന്ന ബന്ധം ഇവർക്കുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു നാടക നടിയും പറ്റുമായിരുന്നു. നമ്മുടെ കേരള പോലീസ്, പുലിക്കോടൻ നാരായണൻ, ലക്ഷ്മണ മുതലായവരൊക്കെ അന്ന് മുടിചൂടാ മന്നന്മാരായിട്ട് വിലസുന്ന സമയമാണ്. അവരെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയും ഇവരുടെ വസ്ത്രം അഴിച്ച് നഗ്നയായി നിർത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. അത് സംബന്ധിച്ച് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് എങ്ങും എത്താതെ അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുമാട്ടെ, ഈ പ്രതികൾക്കാർക്ക് ശിക്ഷയൊന്നും കിട്ടിയില്ല. നമ്മുടെ കേരളത്തിലെ സ്ഥിതി ഇതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായിരുന്നു സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അവിടെ ഇതുപോലെ വലിയ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടത്തുന്നു. അതിൽപ്പെട്ട ഒന്നാണ് സ്നേഹലത റെഡ്ഡിയുടെ. സ്നേഹലത റെഡ്ഡി യഥാർത്ഥത്തിൽ മിസ തടവുകാരിയായിരുന്നു സംശയമുണ്ട്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബറോഡ ഡൈനാമിറ്റ് കേസുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന ആരോപണത്തിൻ്റെ പേരിലാണ്. ബറോഡ ഡൈനാമിറ്റ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. ഫെർണാണ്ടസിനോടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും വലിയ എതിർപ്പ്, ഏറ്റവും വലിയ വിരോധം. കാരണം ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഫെർണാണ്ടസ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും ഉന്നയിച്ചത്. ജയപ്രകാശ് നാരായണനോടോ, മൊറാർജി ദേശായിയോടോ, അടൽ ബിഹാരി വാജ്പേയിയോടോ, LK അദ്വാനിയോടോ, അല്ലെങ്കിൽ നാനാജി ദേശ്മുഖിനോടോ മറ്റാരോടെങ്കിലും ഉണ്ടായിരുന്നേക്കാളും കടുത്ത പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു ഫെർണാണ്ടസിനോടായിരുന്നു. ഫെർണാണ്ടസിനെ പോലീസിന് പിടിക്കാൻ കിട്ടിയില്ല. പുള്ളി ഒളിവിൽ പോയി. ഒളിവിലിരുന്നുകൊണ്ടാണ് ഈ ഡൈനാമിറ്റ് കേസ് ആസൂത്രണം ചെയ്തത് എന്ന് പറയുന്നത്. ഡൈനാമിറ്റ് ഒന്നും ഉണ്ടാക്കുകയോ പൊട്ടിക്കുകയോ ചെയ്തില്ല. പക്ഷേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹമായിട്ട് പരിചയമുള്ള സകല ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഈ ഡൈനാമിറ്റ് കേസിന് മുമ്പ് തന്നെ എറണാകുളത്ത് തമ്പാൻ തോമസ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായ അഭിഭാഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ വീട് വളഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തമ്പാൻ തോമസിൻ്റെ ഏക്കാളും സീനിയറായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ ആ സമയത്ത് ഉണ്ടായിരുന്നു, എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരെയും പിടിക്കാതെ തമ്പാൻ തോമസിനെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഫെർണാണ്ടസിൻ്റെ അടുപ്പക്കാരനാണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ ഒരു രീതി. സ്നേഹലത റെഡ്ഡിയും അതുപോലെ തന്നെയായിരുന്നു. അവർ ലോഹ്യ സോഷ്യലിസ്റ്റായിരുന്നു. അവരുടെ ഭർത്താവ് പട്ടാഭി രാമറെഡ്ഡി, അദ്ദേഹം സിനിമാ നിർമ്മാതാവും സംവിധായകനുമൊക്കെ ആയിരുന്നു. അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്ത സംസ്കാര എന്ന സിനിമയിലെ അഭിനയത്തിന് അവാർഡ് കിട്ടിയ അഭിനേത്രിയാണ് ഈ സ്നേഹലത റെഡ്ഡി. അവർ ആന്ധ്രാപ്രദേശുകാരിയാണ്. പക്ഷേ തെലുങ്കിലും കന്നഡയിലും നാടക നടിയും സിനിമാ നടിയായിട്ടൊക്കെ പ്രസിദ്ധയായ വ്യക്തിയാണ്. എഴുത്തുകാരിയൊക്കെയായിരുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
1976 അറസ്റ്റ് ചെയ്തത്. അപ്പോഴത്തേക്കും ഒരു പക്ഷേ ഫെർണാണ്ടസിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു. അവർ 8-9 മാസം ജയിലിൽ കിടന്നു. അവർ ആസ്മ രോഗിയായിരുന്നു, കടുത്ത ശ്വാസം മുട്ട്. ഈ ജയിലിൽ കിടക്കുമ്പോൾ അത് വർദ്ധിച്ചു, കാരണം ജയിലിലെ സാഹചര്യങ്ങളൊക്കെ മോശമാണല്ലോ. അതുകൊണ്ട് അത് അധികരിച്ചു. അവർ ഏതാണ്ട് മരണപത്രത്തിലെത്തിയ സമയത്ത് പോലീസ് അല്ലെങ്കിൽ ഭരണകൂടം അവർക്ക് പരോൾ കൊടുത്തു. പരോളിൽ വീട്ടിൽ ചെന്ന് പരോൾ തീരുന്നതിന് മുമ്പ് അവർക്ക് ഹൃദയാഘാതം ഉണ്ടാകുകയും ആൾ മരിച്ചു പോയിട്ടു. ഇതാണ് സ്നേഹലത റെഡ്ഡിയുടെ ഒരു സാമാന്യമായ ചരിത്രം. ഇത് അക്കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചാണ്. അടിയന്തരാവസ്ഥയിൽ ഇളവ് വരുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ്, അതായത് ജനുവരി 20 77 ജനുവരി 20 സ്നേഹലത റെഡ്ഡി മരിച്ചത്. അത് കർണാടക രാഷ്ട്രീയത്തിലല്ല, അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം. അവരുടെ മകൾ നന്ദിത, അവർ ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂരിൽ മത്സരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച ആളാണ്. അവരെ വിവാഹം ചെയ്തിട്ടുള്ളത് പഴയ കോൺഗ്രസ് നേതാവ് ലീലാ ദാമോദരൻ്റെ മകനാണ്. അങ്ങനെയുള്ളൊരു ബന്ധം. അവരെ കുറിച്ച് നേരത്തെ തന്നെ ഡോക്യുമെൻ്ററി സിനിമയൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അവരുടെ പ്രിസൺ ഡയറി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ 2 തവണ അരങ്ങേറ്റിയ മിസ എന്ന നാടകം. ആ മിസ എന്ന നാടകത്തിലെ ചില അർത്ഥനഗ്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സങ്കടം തോന്നി. സ്നേഹലത റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരെ നഗ്നയാക്കുകയോ ഇതിൽ കാണുന്ന രീതിയിൽ ദേഹോദരിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരോട് കർണാടകത്തിലെ പോലീസ് മാന്യമായിട്ടാണ് പെരുമാറിയത്. ജയിലിൽ പൊടിശല്യം കൂടുതലുകൊണ്ടും അവിടുത്തെ സാഹചര്യങ്ങൾ മോശമായിട്ടും ഇവരുടെ ആസ്മ രോഗം വർദ്ധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ കോഴിക്കോട്ട് സുലോചനയെ പീഡിപ്പിച്ച പോലെയോ അതല്ലെങ്കിൽ മറ്റ് പല നേതാക്കളെയൊക്കെ പീഡിപ്പിച്ച പോലെയുള്ള ഉപദ്രവങ്ങളൊന്നും സ്നേഹലത റെഡ്ഡിക്ക് ഉണ്ടായിട്ടില്ല. ഇവർക്ക് നാടകം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇനി ഈ ചിന്നു ചിലങ്ക എന്ന് പറയുന്ന നടിക്ക് തുണി കൊടുക്കാതെ അഭിനയിക്കാം, അതൊന്നും നമ്മളാരും എതിരല്ല. സിൽക്ക് സ്മിതയ്ക്കും ഷക്കീലയ്ക്കും തുണി കൊടുക്കാതെ സിനിമയിൽ അഭിനയിക്കാം. ചിന്നു ചിലങ്കയ്ക്ക് വസ്ത്രം ധരിക്കാതെ നാടകത്തിലും അഭിനയിക്കാം. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ സ്നേഹലത റെഡ്ഡിയുടെ ചരിത്രം ഈ രീതിയിൽ വക്രീകരിക്കേണ്ട ഒരാവശ്യവും ഇവർക്കില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം വേറെ, ചരിത്രത്തിൻ്റെ വക്രീകരണം വേറെ, മരിച്ചുപോയ ആളുകളെ അപകീർത്തിപ്പെടുത്തലും അവഹേളിക്കലും വേറെ. ഇതുപോലും അറിയാൻ പാടാത്ത ആളുകൾ ആണ് ഈ ഡിവൈഎഫ്ഐക്കാരെന്നുള്ളതുകൊണ്ടാണ് ഇതിന് വലിയൊരു പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിയത്. സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമല്ല നാടകത്തിൽ കാണുന്നത്. അവിടെ ഇങ്ങനത്തെ രംഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഡിവൈഎഫ്ഐക്കാരെ ഇക്കിളി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നാടകത്തിൽ ഉൾക്കൊള്ളിച്ച എന്തോ സംഭവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും കുറേ ആവിഷ്കാര സ്വാതന്ത്ര്യക്കാരും അതിൻ്റെ അകത്ത് വന്ന് ചാടി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നമ്മളാരും എതിരല്ല. ഇത് ഫൂലാൻ ദേവിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഹിന്ദിയിലൊരു സിനിമ വന്ന പോലെ പോയി. ബാൻഡിറ്റ് ക്വീനെതിരായിട്ട് ഫൂലാൻ ദേവി തന്നെ കേസ് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഫൂലാൻ ദേവിയെ ബലാത്സംഗം ചെയ്യുന്നത് ഒരു ദീർഘമായ ദൃശ്യം അതിനകത്ത് ഉൾപ്പെടുത്തി. ഫൂലാൻ ദേവിയെ ബലാത്സംഗം ചെയ്തില്ല എന്നുള്ളതല്ല, അന്ന് ഫൂലാൻ ദേവി ജീവിച്ചിരിക്കട്ടെ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫൂലാൻ ദേവിക്ക് ഇത് അപകീർത്തികരമാണ് എന്നുകൊണ്ടാണ് അവർ കോടതിയിൽ പോയത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ചില മാനദണ്ഡങ്ങൾ. ആവിഷ്കാര സ്വാതന്ത്ര്യം വേറെ, ആവിഷ്കാര ദുസ്വാതന്ത്ര്യം വേറെ. ഈ കാര്യം ഈ ചിലങ്ക തിയേറ്റേഴ്സുകാരൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് മറ്റു പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാകും. ഞാൻ ഈ പ്രതിഷേധിച്ച ആളുകളുടെ ആംഗിളിൽ നിന്നിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ സദാചാരവാദികൾ ഇത് കണ്ട് വളരെയധികം പ്രകോപിതരായി. എൻ്റെ അഭിനയം കൊള്ളയിടത്ത് കൊണ്ടു എന്നാണ് ചിന്നു ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ട്. അതൊക്കെ കൊണ്ടു, പക്ഷേ ഈ കൊള്ളിക്കേണ്ടത് ഇങ്ങനെയല്ല. നാളെ കസ്തൂർബ ഗാന്ധിയെക്കുറിച്ച് ഇതുപോലൊരു നാടകം വന്നെത്തി, ഒന്ന് ആലോചിച്ചു. സംഭവിക്കാവുന്നതല്ലേ കസ്തൂർബ അനുഭവിച്ച മനക്ലേശം. അല്ലെങ്കിൽ കമല നെഹ്റുവിനെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ചെയ്യാമല്ലോ, ആർക്കുവേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ശുദ്ധ ഊളത്തരമാണ്, മര്യാദകേടാണ്. മലയാള ഭാഷയിൽ ഏറ്റവും മിതമായ ഭാഷയെ പറഞ്ഞാൽ തല്ലുള്ളിത്തരമാണ്. അത്രയും ഇപ്പോൾ പറയാനുള്ളൂ, ബാക്കി പിന്നെ പറയാം.